എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 3 ശ്ലോകം 29, 30, 31, 32, 33, 34, 35, 36 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ദേവകി ദേവിയുടെ സ്തുതി തുടരുന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. ജന്മതേ മയ്യസൗ പാപോ മാ വിദ്യാൻ മധുസൂദന സമുദ്വിജേ ഭവദ്ധേദോ കംസാദഹം അധീരധീ. അല്ലയോ മധുസൂദന, അവിടുന്ന് എന്നിൽ അവതരിച്ചിരിക്കുന്നു എന്ന് ആ പാപിയായിട്ടുള്ള കംസൻ അറിയാതിരിക്കണം. അങ്ങയെ നശിപ്പിക്കാനൊന്നും അവൻ ശക്തനല്ല. എങ്കിലും എന്റെ ബുദ്ധിചാബല്യം നിമിത്തം എനിക്ക് അങ്ങയെ കുറിച്ച് കംസനിൽ നിന്ന് ഭയമുണ്ട് ഭഗവാന് പറയുന്നു ദേവകി ദേവി. ഈ ഭയം കരുണാനിമിത്തം ഉണ്ടായതാണ്. അതുകൊണ്ട് ഭഗവത് പ്രഭാവത്തേക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലും പുത്രൻ എന്നുള്ള മമത നിമിത്തം, മനുഷ്യ സ്വഭാവമല്ലേ ഒരമ്മയ്ക്ക് ആ മകനോടുള്ള സ്നേഹം, അതുകൊണ്ട് ആ കംസൻ എന്തെങ്കിലും ഉപദ്രവിച്ചാലും ഭഗവാനാണെന്നൊക്കെ അറിയാം, എങ്കിലും ആ മനുഷ്യ സ്വഭാവം വന്നു മാതൃഭാവം അങ്ങോട്ട് വരികയാണ് അപ്പൊ ദേവകി ദേവി. അതുകൊണ്ടാണ് ദേവകി ദേവി അങ്ങനെ പറയണത്. ഉപസംഹര വിശ്വാത്മൻ അതോ രൂപം അലൗകികം ശംഖചക്രഗദാ പത്മശ്രിയാജുഷ്ടം ചതുർഭുജം. ലോകത്തില് സാധാരണ കാണപ്പെടാത്തതാണ് ഈ ശംഖചക്രഗദാ പത്മങ്ങളാകുന്ന ദിവ്യായുധങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അത്യന്തം പ്രകാശിക്കുന്ന 4 കൈകളോട് കൂടിയതായ ഈ ദിവ്യ വിഗ്രഹം. അത് മാറ്റി അവിടുന്ന് സാധാരണമായ ഒരു സ്വരൂപത്തെ അംഗീകരിക്കണേ. ലോകത്തിലുള്ള സകല രൂപങ്ങളെ എടുത്തിരിക്കുന്നത് ഭഗവാനായ അവിടുന്ന് തന്നെയാണ്. അതുകൊണ്ട് ഏതൊരു സ്വരൂപം എടുക്കാനും അവിടത്തേക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറയാണ്. അലൗകികമായ രൂപം അവിടുന്ന് മാറ്റി സാധാരണ രൂപം സ്വീകരിക്കണേ എന്ന് പറയുന്നു ദേവകി ദേവി. വിശ്വം യദേതൽ സ്വതനൗ നിശാന്തേ യഥാവകാശം പുരുഷ പരോ ഭവാൻ വിഭർത്തി സോയം മമ ഗർഭഗോ ഭൂത് അഹോ നൃലോകസ്യ വിഡംബനം ഹി തത്. പ്രളയകാലത്തില് ലോകമൊക്കെ നശിക്കണു, എല്ലാ പ്രപഞ്ചം മുഴുവൻ നശിക്കണു. പിന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ ലോകം എവിടെ നിന്ന് വരുന്നു? തീരെ നശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാവോ? ഇല്ല. അതിനാൽ പ്രളയകാലത്തിലെ ഈ അഖില ബ്രഹ്മാണ്ടവും അങ്ങയുടെ കുക്ഷിയിൽ ഒന്നോടൊന്ന് തൊടാതെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങയുടെ ഈ കുക്ഷിയിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്നത്. ആ സമയത്ത് കുക്ഷിസ്ഥാഖില ലോകനാഥനായ ഭഗവാൻ ഈ ലോകം മുഴുവൻ അങ്ങയുടെ കുക്ഷിയിലാണ്. അങ്ങനെയുള്ള അവിടുന്ന് എന്റെ ഈ ഗർഭത്തിൽ ജാതനായി എന്നത് മനുഷ്യലോകത്തിന് പരിഹസിക്കത്തക്കതായ അവസ്ഥ എന്നല്ലാതെ എന്താ? എനിക്ക് കീർത്തി ഉണ്ടാവൂ? ഇങ്ങനെ ഒരു സാധാരണ ഒരു സ്ത്രീക്ക് ഇവിടെ ഗർഭത്തില് ഭഗവാൻ ഇത് അവതരിച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അലൗകികമായ രൂപം ഉപസംഹരിക്കണേ, സാധാരണ രൂപം സ്വീകരിക്കണേ എന്നാണ് ദേവകി ദേവി പറഞ്ഞതിന്റെ അർത്ഥം. ഭഗവാൻ ഒന്ന് ചിരിച്ചു. ഭഗവാൻ പറയണു, ശ്രീ ഭഗവാനുവാച ത്വമേവ പൂർവസർഗേ ഭൂ പൃശ്നി സ്വായംഭുവേ സതി തദായം സുതപാ നാമ പ്രജാപതി അകൽമഷ. സന്തുഷ്ടനായി ഭഗവാൻ. എന്നിട്ട് പറയണു, ആ ചതുർഭുജ സ്വരൂപത്തോടുകൂടി അവതരിക്കാനുള്ള കാരണം ഭഗവാൻ അവരോട് പറയാണ്. അവരെ അങ്ങോട്ട് സ്തുതിക്കണ പോലെ തന്നെ അവരിങ്ങോട്ട് സ്തുതിച്ചില്ല, അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്തുതിക്കണ പോലെ സന്തോഷിപ്പിക്കുക ഭഗവാൻ. പറയണു, ഹേ സതി, ഇതിനു മുമ്പത്തെ 3ാമത്തെ ജന്മത്തില് സ്വയംഭൂ മനുവിന്റെ കാലത്തില് നീ
വൃഷ്ണിയും ഇവൻ രാഗാദിദോഷങ്ങൾ ലേശവുമില്ലാത്ത സുതപസ് എന്നു പേരായ പ്രജാപതിയുമായിരുന്നു. അന്നും ഇന്നും ഇദ്ദേഹത്തിന്റെ പത്നിയായിട്ട് ഭവിച്ചതുകൊണ്ട് ആ സതി തന്നെയാണെന്ന് സ്പഷ്ടമാക്കി പറയാണ് ഭഗവാൻ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അവരെ മാതാപിതാക്കന്മാരായി സ്വീകരിക്കാനുള്ള യോഗ്യത അവർക്കുണ്ട്, രണ്ടുപേർക്കും. അതുകൊണ്ട് അവർക്ക് പൂർവജന്മം മുതൽക്ക് തന്നെ അവർക്ക് ഭഗവാന്റെ മാതാപിതാക്കന്മാർ ആവാനുള്ള യോഗ്യതയുണ്ട് എന്നത് സ്പഷ്ടമാക്കുകയാണ് ഭഗവാൻ. യുവാം വൈ ബ്രഹ്മണാദിഷ്ടൗ പ്രജാ സർഗേ യഥാ തഥാ സന്നിയമ്മേന്ദ്രിയഗ്രാമം തേപാധേ പരമം തപ. ആ കാലത്ത് ബ്രഹ്മാവ് നിങ്ങൾ രണ്ടുപേരോടും പ്രജകളെ സൃഷ്ടിക്കണം എന്ന് ആജ്ഞാപിച്ചപ്പോ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ എല്ലാം സ്വാധീനപ്പെടുത്തിയിട്ട് അത്യുഗ്രമായ തപസ് ചെയ്തു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ പ്രജകളെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോ തപസ് ചെയ്യാൻ പോയി. അത്യുഗ്രമായ തപസ് ചെയ്തു നിങ്ങൾ എന്ന് പറയുന്നു. അവ തപസ്സിന്റെ എങ്ങനെയൊക്കെയുള്ള തപസ്സാണ് ചെയ്തതെന്ന് വിസ്തരിച്ചു പറയണു അടുത്ത ശ്ലോകത്തില്. ധർമ്മകാലഗുണാനനു സഹമാനൗ ശ്വാസരോധ വിനിർധൂത മനോമലൗ. വർഷം, കാറ്റ്, വെയില്, മഞ്ഞ്, ഉഷ്ണം എന്നീ കാലങ്ങളെ സഹിക്കുന്നവരായും ശ്വാസത്തെ നിയന്ത്രിച്ചിട്ട് മനസ്സിലെ മാലിന്യങ്ങൾ നശിപ്പിച്ചവരായും ഇത്രയും കഠിനമായ തപസ് ചെയ്തു നിങ്ങൾ എന്ന് പറയുന്നു. ശീർണപർണാനിലാകാരൗ ഉപശാന്തേന ചേതസാ മത്ത കാമാനഭീപ്സന്തൗ മദാരാധനം ഈഹതു. ഉണങ്ങി വീഴുന്ന ഇലകളും വായുവും മാത്രം ഭക്ഷിച്ചും എന്നിൽ സ്ഥിരമായി മനസ്സുറപ്പിച്ചും ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുള്ള ഇച്ഛയോടുകൂടിയും എന്റെ പരിചര്യ ചെയ്തുകൊണ്ടും എന്നെ നിങ്ങൾ ആരാധിച്ചു. ഏവം വാം തപ്യതോസ്തീവ്രം തപഃ പരമദുഷ്കരം ദിവ്യവർഷസഹസ്രാണി ദ്വാദശേയുർമദാത്മനോ. ഇങ്ങനെ പരമദുഷ്കരമായും അതിതീവ്രമായും തപസ് അനുഷ്ഠിക്കുന്നവരും എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിരുന്നവരുമായ നിങ്ങൾ രണ്ടുപേരും 12,000 ദിവ്യ സംവത്സരം തപസ് ചെയ്തു. കുറച്ചൊന്നുമല്ല, 12,000 ദിവ്യ സംവത്സരമാണ് ഇങ്ങനെ എന്നിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് തപസ് ചെയ്തത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.